നമസ്കാരം. RSS മേധാവി മോഹൻ ഭഗവത് 2-3 ദിവസം കേരളത്തിലെത്തിയപ്പോൾ ഇവിടുണ്ടായിരിക്കുന്ന പുലിവാലും വിവാദങ്ങളും പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. മോഹൻ ഭഗവതിൻ്റെ പ്രസക്തി വിളിച്ചോതുന്നതാണ്. കേരളത്തിലെ 2 മുന്നണികളും പരസ്പരം പഴിചാരുന്നതും അവിടെ പ്രതിരോധ കോട്ടയുയർത്തിക്കൊണ്ട് BJP രംഗത്ത് വരുന്നതും. മോഹൻ ഭഗവത് തിരുവനന്തപുരം കവടിയാറുള്ള ഉദയ പാലസ് കൺവെൻഷൻ സെൻറ്ററിൽ തലസ്ഥാനത്തെ ക്ഷണിക്കപ്പെട്ട പ്രമുഖരായ ഏതാണ്ട് 500ഓളം വ്യക്തികളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച സാഹചര്യത്തിൽ അവിടെ പങ്കെടുത്ത യൂണിവേഴ്സിറ്റി VC-മാരെക്കുറിച്ചാണ് ഇപ്പോൾ വിവാദം കത്തിപ്പടരുന്നത്. കേരള, മഹാത്മാഗാന്ധി, മലയാളം ഈ 3 സർവകലാശാല VC-മാർ ഈ പരിപാടിയിൽ പങ്കെടുത്തു. ഇവരാരും വേദിയിലുണ്ടായിരുന്നില്ല. എല്ലാവരും സദസ്സിൽ ക്ഷണിക്കപ്പെട്ട അതിഥികളായി മോഹൻ ഭഗവതിൻ്റെ പ്രസംഗം കേൾക്കാനെത്തിയതാണ്. ഇതിൻ്റെ പേരിൽ വിവാദം കത്തിപ്പടരുന്നു. VC-മാർ നിയമവിരുദ്ധമായി പ്രവർത്തിച്ചു, അവർ മാപ്പ് പറയണം എന്ന് പറഞ്ഞ് UDF രംഗത്ത് വരുമ്പോൾ സർക്കാരാണ് ഉത്തരവാദി എന്ന് പറഞ്ഞ് LDF രംഗത്ത് വരുന്നു. മുഖ്യമന്ത്രി VD സതീശൻ ഇന്നലെ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റോട് ചോദിച്ചത് ഇങ്ങനെയാണ്: RSS ശതാബ്ദിയുടെ ഭാഗമായി സർസംഘചാലക് മോഹൻ ഭാഗവത് സംസാരിച്ച പ്രഭാഷണ സഭയിൽ 3 വൈസ് ചാൻസലർമാർ പങ്കെടുത്തത് അതീവ ഗൗരവമായി കാണുന്നു. ഗുരുതരമായ വീഴ്ചയാണ് വൈസ് ചാൻസലർക്കുണ്ടായത്. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ പാരമ്പര്യത്തിനും വൈസ് ചാൻസലർമാരുടെ അന്തസ്സിനും നിരക്കാത്തതാണിത്. കേരളീയ പൊതുസമൂഹത്തിൽ വൈസ് ചാൻസലർ പദവിയുടെ ആദരവുണ്ട്. അത് കളഞ്ഞു കുളിക്കുന്ന തരത്തിലാണ് തീവ്ര വർഗീയത പറയുന്ന RSS നേതാവിൻ്റെ പരിപാടിയിൽ ഇവർ പങ്കെടുത്തത്. വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടി ആരുടെ ഭാഗത്തുണ്ടായാലും അംഗീകരിക്കില്ല, അത് വെച്ചുപൊറുപ്പിക്കില്ല. RSS പരിപാടിയിൽ പങ്കെടുത്ത 3 VC-മാരും കേരളത്തോട് മാപ്പ് പറയണം. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി M. ജോൺ ഇങ്ങനെ എഴുതി: സംഘപരിവാറിൻ്റെ 100 വർഷങ്ങൾ ആഘോഷിക്കാൻ സർസംഘചാലക് മോഹൻ ഭാഗവതിൻ്റെ പ്രഭാഷണ സഭയിൽ കേരളത്തിൽ 3 സർവകലാശാല VC-മാർ പങ്കെടുത്തത് അത്യന്തം ഗുരുതരമായ പ്രശ്നമാണ്. കേവലം വ്യക്തിപരമായ പങ്കാളിത്തം എന്നതിനപ്പുറം മതേതര ജനാധിപത്യ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കേണ്ട അക്കാദമിക് സ്ഥാപനങ്ങളുടെ തലപ്പത്തിരിക്കുന്നവർ ഇത്തരം വേദികൾ പങ്കിടുമ്പോൾ അത് നൽകുന്ന സന്ദേശം വിപരീതമാണ്. വൈസ് ചാൻസലർ പദവി എന്നത് ഒരു സർവകലാശാലയുടെ അക്കാദമികവും ഭരണപരവുമായ നിഷ്പക്ഷതയുടെ പ്രതീകമാണ്. ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യയശാസ്ത്ര ധ്രുവീകരണങ്ങൾക്ക് അക്കാദമിക പദവികൾ വഴിമാറുന്നത് ഒരിക്കലും അനുവദിക്കാനാവില്ല. നമ്മുടെ സർവകലാശാലയുടെ മതേതര സ്വഭാവത്തെ അട്ടിമറിക്കാൻ നിരന്തരമായ ശ്രമങ്ങൾ നടക്കുന്ന കാലത്ത് സർവകലാശാല VC-മാരിൽ നിന്ന് തന്നെ ഇത്തരമൊരു പ്രവൃത്തി ഉണ്ടാകാൻ പാടില്ലായിരുന്നു. തെറ്റായിപ്പോയി എന്ന് പൊതുസമൂഹത്തോട് ഏറ്റുപറയാനുള്ള മാന്യതയും ആവർത്തിക്കാതിരിക്കാനുള്ള സാമൂഹിക ബോധവും VC-മാരിൽ നിന്നുണ്ടാവണം. സർവകലാശാലകളുടെ സ്വയംഭരണാധികാരവും അക്കാദമിക നിഷ്പക്ഷതയും സംരക്ഷിക്കാനും വിദ്യാഭ്യാസ മേഖലയുടെ മതേതര സ്വഭാവം തകരാതെ കാത്തുസൂക്ഷിക്കാനും ജനാധിപത്യ മൂല്യവും അക്കാദമിക സമൂഹവും ഒന്നിച്ചു നിൽക്കേണ്ട സമയമാണിത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ഇതിനെതിരെ ആഞ്ഞടിച്ചു. സർക്കാർ BJPക്കും RSSനും കീഴടങ്ങുന്നു. അതുകൊണ്ടാണ് ഈ സർക്കാർ ഭരണകാലത്ത് സർവകലാശാല VC-മാർ RSS പരിപാടിയിൽ പങ്കെടുത്തതെന്നാണ് പിണറായി വിജയന്റെ ആരോപണം. നമ്മുടെ കേരളത്തില് RSSന്റെ പ്രമുഖ നേതാവ് മോഹൻ ഭാഗവത് വന്നിട്ടുണ്ടല്ലോ. അദ്ദേഹം പങ്കെടുത്ത RSS പരിപാടി, ആ പരിപാടിയിൽ കേരളത്തിലെ 3 വൈസ് ചാൻസലർമാര് പോവുകയുണ്ടായി, അതിൽ പങ്കെടുക്കുകയുണ്ടായി. ഇത് അത്യന്തം ഗൗരവത്തോടെ മതേതര കേരളം കാണുന്നൊരു കാര്യമാണ്. സർവകലാശാലകളിൽ സംഘപരിവാർ അജണ്ടകൾ അടിച്ചേൽപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ആശങ്കാജനകമായ ചർച്ചകളാണ് നടക്കുന്നത്. അത്തരമൊരു ഘട്ടത്തിലാണ് കേരള, MG, മലയാളം സർവകലാശാല VC-മാര് RSS പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ എങ്ങനെ പിടിമുറുക്കാൻ RSS ശ്രമിക്കുന്നു എന്നതിന്റെ പ്രകടമായ ഉദാഹരണമാണ്. ഇതിനെതിരായി മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ UDF-ലെ കക്ഷികളോ കോൺഗ്രസോ ലീഗോ മറ്റു കക്ഷികളോ ആരും പ്രതികരിച്ചതായി കാണുന്നില്ല. UDF നേതൃത്വവും സംസ്ഥാന ഭരണ നേതൃത്വവും BJP-യെയും സംഘപരിവാറിനെയും എന്തുകൊണ്ടാണ് എതിർക്കാൻ ശങ്കിച്ചു നിൽക്കുന്നത്? അത് അവർ വ്യക്തമാക്കേണ്ട കാര്യമാണ്. ഇവിടെ 1 മാസം തികഞ്ഞില്ല, തുടക്കത്തിൽ തന്നെ സംഘപരിവാറിന് കീഴടങ്ങുന്ന സമീപനമാണോ ഉണ്ടാകുന്നത്? ഇതെല്ലാം കേരളത്തിലെ മതേതര വിശ്വാസികളിൽ കടുത്ത ആശങ്ക ഉയർത്തുന്ന കാര്യമാണ്. മുഖ്യമന്ത്രിയെ കട്ടയ്ക്ക് എതിർത്തുകൊണ്ട് BJPയും രംഗത്ത് വന്നു. BJPയുടെ മുൻ പ്രസിഡന്റ് K. സുരേന്ദ്രൻ ഇങ്ങനെ എഴുതി: പ്രിയപ്പെട്ട മുഖ്യമന്ത്രി VD സതീശൻ ജി, ഇപ്പോൾ കേരളത്തിലെ 3 വൈസ് ചാൻസലർമാർ മാത്രമേ മോഹൻ ഭാഗവത് അവരുടെ പ്രഭാഷണം കേൾക്കാൻ പോയുള്ളൂ. അങ്ങയുടെ കാലാവധി തീരുന്നതിന് മുൻപ് കേരളത്തിലെ ബാക്കി വരുന്ന എല്ലാ VC-മാരും ഇതുപോലെ മോഹൻജിയുടെ പ്രഭാഷണങ്ങൾ കേൾക്കാനെത്തും. അങ്ങേ ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്യിച്ചതും ഒരു RSS-കാരൻ തന്നെ. അങ്ങയുടെ രാജി സ്വീകരിക്കുന്നതും ഒരു RSS-കാരൻ തന്നെയായിരിക്കും. അങ്ങയുടെ കൂട്ടുകാരായ ലീഗും ജമാഅത്ത് ഇസ്ലാമിയും PFI-കാരുമടക്കം എല്ലാവരും അങ്ങയെപ്പോലെ കഴുത കാമം കരഞ്ഞു തീർക്കും. RSS ഈ നാടിൻ്റെ ജീവാത്മാവും പരമാത്മാവുമാണ്. കേരളത്തിൽ തന്നെ 4 MP-മാർ, 3 MLA-മാർ, 1 മേയർ, ഡെപ്യൂട്ടി മേയർ,
2 മുനിസിപ്പൽ ചെയർമാൻ, നിരവധി പഞ്ചായത്ത് പ്രസിഡന്റുമാർ, 2000-ഓളം പഞ്ചായത്ത് അംഗങ്ങൾ RSSനുണ്ട്. വെറുതെ മുട്ടാൻ നിൽക്കേണ്ട. മമതയുടെയും സ്റ്റാലിൻ്റെയും പിണറായിയുടെയും ഗതിയായിരിക്കും താങ്കൾക്കും വരാൻ പോകുന്നത്. സുരേന്ദ്രൻ അതിശക്തമായ ഭീഷണിയുടെ സ്വരത്തിലാണ് VD സതീശന് താക്കീത് കൊടുത്തത്. RSS മേധാവി ഒന്ന് സന്ദർശിച്ചു പോയപ്പോഴേക്കും കേരളത്തിൻ്റെ അവസ്ഥ ഇങ്ങനെയായി തീർന്നു. അങ്ങനെയെങ്കിൽ RSS മേധാവി 2-3 തവണ വന്നാൽ എന്തായിരിക്കും സംഭവിക്കുന്നത് എന്നത് വിചിത്രമായ ഒരു ചോദ്യമായി അവശേഷിക്കും. VD സതീശനോ പിണറായി വിജയനോ ഒന്നും ചെയ്യാൻ കഴിയില്ല RSS മേധാവിയുടെ സന്ദർശനത്തെയും VC-മാരുടെ ഇടപെടലിനെയും എന്നതാണ് യാഥാർത്ഥ്യം. അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഇപ്പോഴിത് സർക്കാരിൻ്റെ കുഴപ്പമാണ് എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മറന്നുപോകുന്നത് പിണറായി മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴായിരുന്നു വാസ്തവത്തിൽ RSS പിന്തുണയോടെ സർവകലാശാലകൾ ഇടതിന് നഷ്ടപ്പെടുന്നത്. ഇത് VD സതീശൻ സർക്കാരിൻ്റെ കീഴടങ്ങലാണ് എന്ന് ആക്ഷേപിക്കുന്ന പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മറന്നുപോകുന്നത് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴായിരുന്നു കേരളത്തിലെ സർവകലാശാലകളുടെ VC സ്ഥാനത്തേക്ക് RSSകാർ എത്തിയത് എന്നതാണ്. ഡോക്ടർ മോഹൻ കുന്നുമ്മലിനെ നിയോഗിച്ചത് പിണറായി അറിഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു. ഗവർണറും സർക്കാരും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാനായിരുന്നു ഡോക്ടർ കുന്നുമ്മലിനെ പിണറായി വിജയൻ അനുമതി കൊടുത്തത്. മാത്രമല്ല, ഗവർണറുമായി നല്ല ബന്ധം സ്ഥാപിക്കാതെ നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി അന്തർധാര സജീവമാക്കിക്കൊണ്ട് പരസ്യമായി ഗവർണറെ വെല്ലുവിളിച്ച് സുപ്രീം കോടതി വരെ പോയി പണി ചോദിച്ചു വാങ്ങിയതും പിണറായിയാണ്. കോടതി വ്യവഹാരത്തിലാണ് ഗവർണർ എന്ന ചാൻസലറുടെ VC-യെ നിയമിക്കാനുള്ള പരമാധികാരത്തിന് അംഗീകാരം കിട്ടുന്നത്. അതിനുശേഷം സർക്കാർ വിചാരിച്ചാലും ഗവർണർക്കാണ് VC നിയമനത്തിന് മുൻതൂക്കം. ഗവർണറും സർക്കാർ പ്രതിനിധിയും UGC പ്രതിനിധിയും ഉൾപ്പെടുന്ന പാനലാണ് VC-യെ നിയമിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ UGC പ്രതിനിധിയും കേന്ദ്രം സർക്കാർ ഭരിക്കുന്നതുകൊണ്ട് UGC പ്രതിനിധിയും ഗവർണറും RSS അനുകൂല നിലപാടെടുക്കും. അതുകൊണ്ട് പിണറായി വിജയൻ നടത്തി പരാജയപ്പെട്ടുപോയ അനാവശ്യമായ വ്യവഹാരം, ആ വ്യവഹാരം ഇവിടെ സർവകലാശാലകളിൽ RSS ഭരണം ഉറപ്പിച്ചിരിക്കുകയാണ്. ആ ഭരണം തുടങ്ങി വെച്ചത് പിണറായിയുടെ കാലത്ത് തന്നെയാണ്. ഇന്ന് 3 VC-മാർ മാത്രമാണ് മോഹൻ ഭഗവത്തിനെ കാണാൻ വന്നതെങ്കിൽ ഇതിനു മുൻപ് 4 VC-മാർ പങ്കെടുത്ത സാഹചര്യമുണ്ട്. കഴിഞ്ഞ വർഷം ജൂലൈയിൽ കൊച്ചിയിൽ RSS സംഘടിപ്പിച്ച ശിക്ഷാ സംസ്കൃതി ഉദ്ധാന്യാസിൻ്റെ ജ്ഞാനസഭ എന്ന പേരിൽ രാഷ്ട്രീയ ചിന്താൻ ബൈക്കിൽ കേരളത്തിലെ 4 സർവകലാശാല VC-മാർ പങ്കെടുത്തിരുന്നു. അതിലേറ്റവും വലിയ തമാശ, ഗവർണർ നിയമിച്ച കേരള, കാലിക്കറ്റ്, കണ്ണൂർ സർവകലാശാലയിലെ VC-മാർ മാത്രമല്ല ശിക്ഷാ സംസ്കൃതി ഉദ്ധാൻ ന്യാസ് പരിപാടിയിൽ സംബന്ധിച്ചത്. കേരള VC ഡോക്ടർ മോഹൻ കുന്നുമേൽ, കാലിക്കറ്റ് VC ഡോക്ടർ P രവീന്ദ്രൻ, കണ്ണൂർ VC ഡോക്ടർ KK സാജു എന്നിവർക്ക് പുറമെ ഫിഷറീസ് സർവകലാശാല കുഫോസിലെ പിണറായി സർക്കാരിൻ്റെ സ്വന്തം VC-യും പ്രസ്തുത രാഷ്ട്രീയ ചിന്താൻ ബൈക്കിൽ പങ്കെടുത്തു. മറ്റ് VC-മാരുടെ പങ്കാളിത്തം പ്രതീക്ഷിച്ചിരുന്നെങ്കിലും കുഫോസ് VC ഡോക്ടർ A ബിജുകുമാർ പങ്കെടുത്തത് യഥാർത്ഥത്തിൽ CPM-നും സർക്കാരിനും ഒരുപോലെ നാണക്കേടുണ്ടാവുകയും ചെയ്തിരുന്നു. ബിജുകുമാർ സർക്കാർ നോമിനേറ്റഡ് VC മാത്രമല്ല, സർവകലാശാലകളിൽ CPM സംഘടനാ ഫെഡറേഷൻ ഓഫ് യൂണിവേഴ്സിറ്റി ടീച്ചേഴ്സ് അസോസിയേഷൻ അംഗമായിരുന്നു ബിജുകുമാർ. ചുരുക്കത്തിൽ ഈ കുളിമുറിയിൽ എല്ലാവരും ഒരുപോലെ നഗ്നരാണ് എന്നത് മറച്ചു വെച്ചുകൊണ്ട് പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാഷ് ഇപ്പോൾ ഡയലോഗ് അടിക്കുന്നത്. ഹിലാൽ ബാബു എഴുതിയ കുറിപ്പാണ്. ഈ കുറിപ്പ് സത്യമാണോ എന്ന് വെരിഫൈ ചെയ്തു. സത്യമാണ്. മാത്രമല്ല, പിണറായിയുടെ കാലത്ത് തിരുവനന്തപുരത്തെ RSSൻ്റെ ഉപമേധാവി ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴും മോഹൻ കുന്നുമേൽ അടക്കമുള്ള VC-മാർ അവിടെ എത്തിയിരുന്നു. പിണറായിയുടെ കാലത്ത് നടക്കുമ്പോൾ മിണ്ടാതിരിക്കുക, VD സതീശൻ്റെ കാലത്ത് നടക്കുമ്പോൾ ബഹളം വയ്ക്കുക എന്ന CPM-ൻ്റെ ഇരട്ടത്താപ്പ് തന്നെയാണ് ഈ വിവാദത്തിലും തെളിഞ്ഞു വരുന്നത്. തൽക്കാലം VC-മാരെ നിയന്ത്രിക്കാൻ കേരള സർക്കാരിന്, അത് പിണറായി ആണെങ്കിലും VD സതീശനാണെങ്കിലും ശേഷിയില്ല. കെ സുരേന്ദ്രൻ പറഞ്ഞതുപോലെ കഴുത കാമം കരഞ്ഞു തീർക്കുന്നത് പോലെ ഇങ്ങനെയൊക്കെ പറയാം. അപ്പോൾ മണ്ടന്മാരായ ജനങ്ങൾ അയ്യോ കൊള്ളാമല്ലോ എന്ന് ചിന്തിക്കും എന്നല്ലാതെ ഒന്നും ഒരിടത്തും എത്താൻ പോകുന്നില്ല. കൂടുതൽ VC-മാർ മോഹൻ ഭഗവത് എത്തുമ്പോൾ സന്ദർശിക്കാൻ പോകും. ചിലപ്പോൾ അവരിൽ ചിലർ സദസ്സിൽ നിന്ന് മാറി വേദിയിലിരുന്നെന്നും വരാം.